ഇനി തീർച്ചയായും നമ്മളൊരു ഹെയർ പിക്ക് നൽകി ഇനി നമുക്ക് ഡൊണേറ്റ് ചെയ്യാനായിട്ട് ഹെയർ ഡൊണേറ്റ് ചെയ്യാനായിട്ട് എത്തിയിട്ടുള്ള അപർണയും സിൻഡ്രല്ലയും ഉണ്ട്. അപ്പോൾ നമുക്ക് ആ ഒരു ഡൊണേറ്റിംഗ് കർമ്മത്തിലേക്ക് കടക്കുകയാണ്. അതിനായിട്ട് നമ്മുടെ ഹെയർ സ്റ്റൈലിസ്റ്റ് സ്വപ്ന മാമിനെ ക്ഷണിക്കുന്നു. ശ്രദ്ധിക്കുക, നമ്മൾ വെറുതെ പാഴാക്കി കളയുന്ന ഹെയർ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആവശ്യമൊന്നുമില്ല അല്ലേ, അങ്ങനെ കളയുന്ന ഹെയറാണ് നമ്മൾ ഡൊണേറ്റ് ചെയ്യുന്നത്. ഡൊണേറ്റ് ചെയ്ത് ഒരുപാട് കഷ്ടത അനുഭവിക്കുന്ന ഈ ക്യാൻസർ കൊണ്ട് കീമോതെറാപ്പി ചെയ്ത് മുടി കൊഴിഞ്ഞ ഇവർക്കുള്ള ഒരു സഹായമാണ് ശരിക്കും പറഞ്ഞത് ഈ ഒരു ഹെയർ ഡൊണേഷൻ. സോ അത് നിങ്ങളെല്ലാ ബ്യൂട്ടീഷ്യൻസും മനസ്സിലാക്കുക, നിങ്ങളുടെ കസ്റ്റമേഴ്സിനോട് പറയുക. ഈ ഒരു ഹെയർ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ഹെയർ കളക്ട് ചെയ്യാനായിട്ട് ഞങ്ങളുടെ റെപ്രസെൻറ്റേറ്റീവ്സ് അവിടെ നിങ്ങളുടെ പാർലറിൽ എത്തുന്നതായിരിക്കും. കൈ ഒഴിവുള്ളവർ ഒന്ന് കൈ അടിച്ചുകൊണ്ട് ഈ ഒരു ചടങ്ങിൽ പങ്കാളികളാവാം. താങ്ക് യു. പ്രിയപ്പെട്ടവരെ, ഇവിടെ നിൽക്കുന്നത് എൻ്റെ മകൻ്റെ മകൾ സിൻഡ്രല്ല പോളാണ്. ഫംഗ്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. അവൾ ജനിച്ചു കുറച്ച് വളർന്നപ്പോൾ കണ്ടമാനം മുടി കണ്ടു. അപ്പോൾ ഞാൻ പറഞ്ഞു, എൻ്റെ പേരക്കുട്ടിയുടെ മുടി വെട്ടരുത്, ഇങ്ങനെ പോട്ടെ. ഈ അവസരത്തിൽ എൻ്റെ മരുമകൾ പറഞ്ഞു, അല്ല അപ്പച്ച, നമുക്ക് ഒരു ഡൊണേഷൻ കൊടുത്തേണ്ട വരുള്ളൂ, ഹെയർ ഡൊണേഷൻ. അതെന്തിനേണ്ടത് പറഞ്ഞു, രോഗികളായ സ്ത്രീകളുടെ വിഗ് വയ്ക്കാനാണ്. പ്രിയപ്പെട്ടവരെ, ഒരു രോഗിയായ അവസ്ഥയിൽ എത്രയാണ് ദുഃഖനായിട്ടുള്ള ഒരു സ്ത്രീയായിരിക്കും ആ രോഗത്തെ അഭിമുഖീകരിച്ച് കാണുക. അതിന് സഹായം കൊടുക്കാൻ സാധിക്കുമെങ്കിൽ അത് വലിയൊരു കാര്യമാണ്. എല്ലാവർക്കും വിഗിന് വേണ്ടി ഹെയർ ഡൊണേഷൻ ചെയ്യാൻ പറ്റില്ല, അതുള്ളവർക്കേ ഹെയർ ഡൊണേഷൻ ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ ദൈവാനുഗ്രഹത്താൽ വളർന്നു വന്ന മുടി ദൈവം പറഞ്ഞ മാതിരി നിനക്ക് കിട്ടിയ ദാനം നീയും ദാനമായി കൊടുക്കുക എന്നാണ് ബൈബിളിൽ ഉള്ളതാണ്. നിനക്ക് കിട്ടിയ ദാനം നീയും ദാനമായി കൊടുക്കുക. അതിൻ്റെ മനസ്സിൽ വന്നു. ഞാനേ മരിച്ചു പോകേണ്ട ആളാണ്, ഇന്നും ജീവിച്ചിരിക്കുന്നു, 74 വയസ്സ് കഴിഞ്ഞു. അപ്പോൾ ദാനം ചെയ്താൽ അതിന് അനുഗ്രഹമുണ്ടാവും. എല്ലാവർക്കും ദാനം ചെയ്യാൻ പറ്റില്ല. മുടി വളർന്നിട്ട് മാത്രമേ ദാനം ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ മകനോട് പേരക്കുട്ടിയോട് പറഞ്ഞു, നീ കൊടുക്കണേ, നല്ലൊരു കാര്യം ചെയ്യണം. അങ്ങനെയാണ് ഈ വേദിയിൽ ഇപ്പോൾ വന്നിട്ടുള്ളത്. താങ്ക് യു സോ മച്ച്. നെക്സ്റ്റ് അപർണയുടെ പാരന്റിനെ കൂടെ 2 വാക്ക് സംസാരിക്കാനായിട്ട് ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഈ പാലിയേറ്റീവ് കെയർ രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരാളായതുകൊണ്ട് മാഡം നേരത്തെ പറഞ്ഞപ്പോൾ കണ്ണ് നിറയൊന്നും ചെയ്തില്ല. കാരണം എൻ്റെ കണ്ണൊക്കെ മുമ്പ് നിറയുമായിരുന്നു. ഞാൻ രോഗികളെ കാണാനൊക്കെ പോകുന്ന സമയത്ത് ക്യാൻസർ പേഷ്യൻസ് പലപ്പോഴും പല പാവപ്പെട്ട സ്ത്രീകൾ മുടി പോയതിനെ പറ്റിയിട്ട് വിഷമിക്കുന്നത് പലപ്പോഴും കേൾക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇങ്ങനെ അവസരം കിട്ടി പേപ്പറിൽ വായിച്ചു ഇങ്ങനൊരു സംഭവം വരാൻ പോകുന്നുണ്ട്, ഹെയർ ഡൊണേഷൻ എന്ന് പറയുന്നതിന് ഒരു സാധ്യത വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ മോളായിട്ട് ഡിസ്കസ് ചെയ്തു, വൈഫായിട്ട് ഡിസ്കസ് ചെയ്തു. ദൈവം കൊടുത്തു അവൾക്ക് കുറച്ച് മുടി, എന്നാൽ അവളുടെ ദൗത്യം ഇതാവട്ടെ, ഒരു നല്ലൊരു കാര്യത്തിന് വേണ്ടിയിട്ടാവട്ടെ എന്നുള്ളൊരു ഉദ്ദേശത്തിലാണ് ഞങ്ങളിങ്ങനെ ഒരു തീരുമാനം എടുത്തത്. എന്തായാലും രോഗികളുടെ പാതയിലൂടെ സഞ്ചരിക്കുന്ന ഒരാൾ തന്നെയാണ് ഞാനെന്നുള്ളതുകൊണ്ട് ആൽഫ പാലിയേറ്റീവ് കെയറിൻ്റെ ഡിസ്ട്രിക്ട് കോർഡിനേറ്ററായിട്ട് ജോലി ചെയ്യുന്ന ഞാൻ നിങ്ങൾ ഓരോരുത്തരെയും രോഗികളുടെ മാനസികാവസ്ഥ കൂടി മനസ്സിലാക്കാനായിട്ട് ക്ഷണിക്കാൻ ഈ അവസരം ഞാൻ ഉപയോഗിക്കുകയാണ്. ഞങ്ങൾക്ക് ഇങ്ങനൊരു അവസരം തന്നെ എൻ്റെ മോൾക്ക് ഇതുപോലൊരു കാരുണ്യ പ്രവർത്തനത്തിൽ പങ്കാളിയാവാൻ അവസരം നൽകിയ ഈ വേദിയിലെയും സദസ്സിലെയും ഓരോരുത്തർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ദൈവത്തിനോട് കൃതജ്ഞത പറഞ്ഞുകൊണ്ട് ഞാൻ വാക്കുകൾ നിർത്തുന്നു. താങ്ക് യു സോ മച്ച് സർ. അപർണയെ പറ്റി ഞാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപർണ എല്ലാ കാര്യങ്ങളും നമ്മൾ
പക്ഷേ എങ്കിലും നമ്മൾ ഒന്നും കൂടെ ഒന്ന് വിളിച്ച് ഓർമ്മിപ്പിക്കാനായിട്ട് ഇവിടെ നിന്ന് ഞങ്ങൾ മറന്നുപോയി. പക്ഷേ അപർണയുടെ പാരന്റ് നമ്മളെ ഇങ്ങോട്ട് വിളിച്ച് ചോദിക്കുകയാണ് ഉണ്ടായത്. അതിന് സ്പെഷ്യൽ താങ്ക്സ്. താങ്ക് യു സോ മച്ച്. തീർച്ചയായും ഈ ഒരു 2 കുട്ടികൾക്കും അവരെ ഇനിഷ്യേറ്റ് ചെയ്ത് അവർക്ക് വേണ്ടി കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് ഇവിടെ എത്തിച്ച പാരൻസിനും സ്പെഷ്യൽ താങ്ക്സ്. നല്ലൊരു കയ്യടിയാവാം പ്ലീസ്. ഇവിടെ ഇരിക്കുന്നവർ സ്ത്രീകളായതുകൊണ്ട് തന്നെ ഒരുപാട് സന്തോഷവും അഭിമാനവും ഉണ്ടായിരിക്കും. പ്രത്യേകിച്ച് നിങ്ങൾ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നവരായതുകൊണ്ട് തന്നെ നമുക്ക് നമ്മളെ എല്ലാവരും പ്രതിനിധീകരിച്ചുകൊണ്ട് എത്തിയിട്ടുള്ള കേരള വികാസ് കേന്ദ്രം ഡയറക്ടർ മിസസ് ഫൗസിയ ആസാദ് മാമിനെ 2 വാക്ക് സംസാരിക്കാനായിട്ട് ക്ഷണിക്കുകയാണ്. നമസ്തേ. എല്ലാവരും ഭയങ്കര തിരക്കിലാണെന്നറിയാം. പിന്നെ നല്ലൊരു വളരെ ലളിതവും സുന്ദരവും അതിലുപരി ജീവകാരുണ്യം തുളുമ്പുന്ന ഈ ഒരു വേദിയിൽ വരാനും നിങ്ങളൊക്കെ കാണാനും ഇതിന് വേദി ഒരുക്കി തന്ന മിറാക്കിൾസിൻ്റെ അസോസിയേഷൻ്റെ ആൾക്കാരോട് ആദ്യമായി നന്ദി പറയട്ടെ. പിന്നെ ഇത്രയും ഭംഗിയുള്ള ഒരു പ്രകൃതിയെ അത് ഇത്രയും ഭംഗിയായിട്ട് ഒരുക്കിയത് ആരാണ് ഇതിൻ്റെ പുറകിൽ? ആരാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ ബ്യൂട്ടീഷ്യൻ എന്ന് ചോദിച്ചാൽ എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും ദൈവമാണെന്ന്. അങ്ങനെയുള്ള ഒരു ദൈവത്തിൻ്റെ കയ്യൊപ്പ് കിട്ടിയിട്ടുള്ള നിങ്ങൾക്ക് ഇനിയും ഒരുപാട് വേദികൾ നിങ്ങളുടെ മുമ്പിലുണ്ട്. ഇനിയും നല്ല നല്ല സൽക്കർമ്മങ്ങൾ ചെയ്യാനും അതുപോലെ ഇനിയും എല്ലാവരെയും ഒരുക്കി സുന്ദരികളാക്കാനും നിങ്ങൾക്ക് എല്ലാവർക്കും കഴിയുമാറാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. ഓക്കെ മാം, താങ്ക് യു സോ മച്ച്. എല്ലാവരും സംസാരിച്ചു. എന്നാൽ ഈ ഹെയർ ഡൊണേറ്റ് ചെയ്ത ഈ 2 കുട്ടികളുടെ വാക്കുകൾ കേൾക്കാൻ കൂടെ ആഗ്രഹമാണ്. അതുകൊണ്ട് തന്നെ അപർണയെ ക്ഷണിക്കുന്നു 2 വാക്ക് സംസാരിക്കാനായിട്ട് പ്ലീസ്. ഞാൻ ഈ പ്രോഗ്രാം ആദ്യമായിട്ട് അറിയുന്നത് ന്യൂസ് പേപ്പറിലൂടെയാണ്. അതിൽ നമുക്കെല്ലാവർക്കും അറിയുന്നത് ഡിംപിൾ റോസ് എന്ന് പറയുന്ന ഒരു മാം സീരിയൽ ആർട്ടിസ്റ്റാണ് മുടി ഡൊണേറ്റ് ചെയ്യുന്നത്. അത് കണ്ടപ്പോഴാണ് എനിക്കും ഒരു ഇൻസ്പിറേഷൻ തോന്നിയത്. പിന്നെ എൻ്റെ അച്ഛൻ പറഞ്ഞ പോലെ എന്താ പറയുക, രോഗികളെയൊക്കെ കുറിച്ച് അറിയുമ്പോൾ നമുക്കും സീരിയസ് ആയിട്ട് നമുക്ക് ശരിക്കും ഫീൽ ചെയ്യും. അതിൻ്റെ എല്ലാം എന്താ പറയുക ആഫ്റ്റർ ഇഫക്റ്റാണ് ഞാൻ ഈ ഡൊണേറ്റ് ചെയ്യാൻ കാരണം. സോ ഞാൻ ഈ സമയത്ത് അഭിസാറിനോടും പിന്നെ എൻ്റെ പാരൻസിനോടും